ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് സിമ്പിൾ റെസിപ്പിയാണ്. വളരെ ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് സിമ്പിൾ റെസിപ്പിയാണ്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്താണ് ഞാൻ ഈ ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും എരിവിനാവശ്യമുള്ള 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത്രയും പൊടികളാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1 ടേബിൾ സ്പൂൺ ഉപ്പും ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. വെള്ളം ഏറിപ്പോവരുത്, ഒരു തിക്ക് രൂപത്തിലുള്ളതായിരിക്കണം ഈ ചിക്കനിലോട്ട് ചേർക്കുവാനുള്ള മസാല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. ഈ രൂപത്തിലായിരിക്കണം. ഇനി ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല ചേരും വിധം നല്ലോണം മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അരമണിക്കൂർ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. ഈ മസാലകളെല്ലാം ചിക്കനിലോട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പോൾ ഇത് മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഓരോ പീസായിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ചിക്കൻ്റെ 2 സൈഡും നല്ലോണം ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് അടുത്ത സൈഡും നല്ലോണം വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.